പൊളിറ്റിക്കൽ ഇസ്ലാമും യൂറോപ്പും വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം യൂറോപ്പിനെ കീഴടക്കുമോ? അവകാശവാദം പോലെ ക്രൈസ്തവ ലോകത്തെ കീഴടക്കുമോ? ഞങ്ങളുടെ ലക്ഷ്യം ജെറൂസലേമും യഹൂദരും മാത്രമല്ല, വത്തിക്കാനും റോമും യൂറോപ്പും മാത്രമല്ല, ലോകം മുഴുവൻ ഞങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരികയാണ് എന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകളുടെ അവകാശവാദങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണ് എന്ന് ചരിത്രത്തിൻ്റെയും ബൈബിളിൻ്റെയും അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങളും നിഗമനങ്ങളും മുമ്പോട്ട് വെക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 632 മക്കയും ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളും സമ്പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരികയാണ്. തുടർന്ന് 642 തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങളായിരുന്ന അലക്സാണ്ട്രിയൻ പത്രിയാർക്കീസ്, ഇന്നത്തെ ഈജിപ്ത്, കോപ്റ്റിക് മാർപ്പാപ്പയുടെ ആസ്ഥാനം, ജെറൂസലേം പത്രിയാർക്കീസ്, അന്ത്യോക്യൻ പത്രിയാർക്കീസ്, ഇവയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പശ്ചിമ യൂറോപ്പ്, ഇന്നത്തെ പോർച്ചുഗലും സ്പെയിനും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ 800 വർഷക്കാലം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നുവെന്നും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 800 വർഷക്കാലം പാശ്ചാത്യ യൂറോപ്പിനെയും യൂറോപ്പിലെ ചില ഭാഗങ്ങളെയും അറേബ്യൻ നാടിനെ, മിഡിൽ ഈസ്റ്റിനെ, അറബി ക്രൈസ്തവ ലോകത്തെ, പൗരസ്ത്യ ക്രൈസ്തവ ലോകത്തെ 1500 വർഷമായും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കാൽക്കീഴിലാക്കി നിർത്താൻ സാധിക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്ന ചില വസ്തുതകളുണ്ട്. യൂറോപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ യൂറോപ്പ് കിഴക്കൻ റോമെന്നും പടിഞ്ഞാറൻ റോമെന്നും പ്രസിദ്ധമായ റോമാ സാമ്രാജ്യം രണ്ടായി പിരിഞ്ഞിരുന്നുവെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രസിദ്ധമായ യൂറോപ്യൻ സാമ്രാജ്യം, റോം കേന്ദ്രീകൃതമായ റോമൻ സാമ്രാജ്യം, അതിൻ്റെ പ്രൗഢിയെല്ലാം അസ്തമിച്ച് വെറും നാമമാത്രമായി അവശേഷിച്ചിരുന്നുവെന്നുള്ളതാണ്. എന്നാൽ കിഴക്കൻ റോം അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ തുർക്കി കേന്ദ്രീകൃതമായ കിഴക്കൻ റോം ഏകദേശം 1000 വർഷം കൂടി തുടർന്നുവെന്നാണ് ചരിത്രം വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകൃതമായ ബൈസന്റൈൻ രാജാവായിരുന്നു അറബ് ലോകം, ഇന്നത്തെ അറബ് ലോകം ഭരിച്ചിരുന്നത്. ഒപ്പം ചില പ്രദേശങ്ങളെല്ലാം പേർഷ്യൻ രാജാവിൻ്റെയും കയ്യിലായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായ റോമാ സാമ്രാജ്യം അതിൻ്റെ ആധിപത്യവും പ്രൗഢിയും അധികാരവും എല്ലാം ക്ഷയിച്ച് നിൽക്കുന്നൊരവസ്ഥയും പാശ്ചാത്യ യൂറോപ്പിൽ പ്രഭുക്കന്മാർ തമ്മിൽ ശക്തമായ യുദ്ധവും നടന്നുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിലാണ് ഖുറേഷി ഗോത്രക്കാരും അറബ് വംശജരും ജിബ്രൽട്ടാർ കടലെടുക്ക് കടന്ന് യൂറോപ്പിനെ ആക്രമിക്കുകയും കീഴടക്കുകയും 800 വർഷക്കാലം അവിടെ ഭരിക്കുകയും ചെയ്തത് എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു. ഇനി അറബി നാടുകളിലേക്ക് വരികയാണെങ്കിൽ അറബി നാട് വളരെ വേഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഇറാഖ്, സിറിയ, ജോർദാൻ, ജെറൂസലേം, ഈജിപ്ത് തുടങ്ങിയ മേഖലകൾ വളരെ വേഗം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുമ്പിൽ കീഴടങ്ങാനുള്ള കാരണങ്ങളായി ചരിത്രകാരന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളിൽ ഒന്നാമത്തേത് അറബ് ലോകത്ത് നിലനിന്നിരുന്ന പൗരസ്ത്യ ക്രൈസ്തവ സഭകൾക്കിടയിൽ അതിശക്തമായ ദൈവശാസ്ത്രപരമായ തർക്കം, രൂക്ഷമായ കലഹം നിലനിന്നിരുന്നുവെന്ന് മാത്രമല്ല, ഈ ദൈവശാസ്ത്രപരമായ ഭിന്നിപ്പ് രാഷ്ട്രീയ മേഖലയിലേക്കും എല്ലാ മേഖലയിലേക്കും വ്യാപിക്കുകയും അത് ശക്തമായ വിഭാഗീയതയ്ക്ക് കാരണമാവുകയും ചെയ്തിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ബൈസന്റൈൻ രാജാവും പേർഷ്യൻ രാജാവും ഈ 2 രാജാക്കന്മാരുടെ കീഴിലായിരുന്നല്ലോ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ്. ഇവർ തമ്മിൽ 20 വർഷക്കാലം തുടർച്ചയായി നോൺ സ്റ്റോപ്പ് യുദ്ധത്തിലായിരുന്നു. ഈ 20 വർഷക്കാലത്തെ തുടർച്ചയായ യുദ്ധം മൂലം മടുത്ത പേർഷ്യൻ രാജാവും ബൈസന്റൈൻ രാജാവും തമ്മിൽ സമാധാന കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ സൈനികമായും സാമ്പത്തികമായും 2 രാജ്യങ്ങളും തളർന്നിരിക്കുന്ന സമയത്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം പിറന്നു വീഴുകയും അതിൻ്റെ വ്യാപനം ആരംഭിക്കുകയും ചെയ്യുന്നത്.
അങ്ങനെ അന്നത്തെ ഏറ്റവും പ്രബലമായ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നല്ലോ പേർഷ്യൻ സാമ്രാജ്യവും കിഴക്കൻ റോം അഥവാ ബൈസന്റൈൻ സാമ്രാജ്യവും. ഇവർ രണ്ടും ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ശരിക്കും സൈനികവും സാമ്പത്തികവുമായി തകർന്ന് തരിപ്പണമായൊരവസ്ഥയിൽ അവരെ കീഴടക്കുക പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരെ എളുപ്പമായിരുന്നുവെന്നും, മറ്റൊന്ന് ഈ ഇറാഖ്, സിറിയ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്തിൻ്റെ ചില പ്രദേശങ്ങൾ, ഇവിടങ്ങളെല്ലാം ബൈസന്റൈൻ്റെ കയ്യിലായിരുന്നു, ബൈസന്റൈൻ രാജാവിൻ്റെ കയ്യിലായിരുന്നു. ഖുറേഷി ഗോത്ര നേതാക്കൾ ബൈസന്റൈൻ വിദേശിയാണെന്നും നമ്മെ ഭരിക്കേണ്ടത് നമ്മളാണെന്നുമുള്ള പ്രാദേശിക വാദം ഉയർത്തുവാനും അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുവാനും അവർക്ക് സാധിച്ചുവെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇങ്ങനെ വിദേശി ഭരിക്കുന്നുവെന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടും യുദ്ധം ചെയ്ത് മടുത്ത രണ്ട് രാജാക്കന്മാരായിരുന്നതുകൊണ്ടും ദൈവശാസ്ത്രപരമായ വലിയ വിഭാഗീയത ക്രൈസ്തവ ലോകത്ത് നിലനിന്നിരുന്നതുകൊണ്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് മിഡിൽ ഈസ്റ്റിൽ, അറബി നാടുകളിൽ ആധിപത്യം സ്ഥാപിക്കുക വളരെ എളുപ്പമായിരുന്നു. പാശ്ചാത്യ യൂറോപ്പിലാകട്ടെ റോമാ സാമ്രാജ്യം ശക്തി ക്ഷയിച്ച് പരസ്പരം കലഹിക്കുന്ന പ്രഭുക്കന്മാരുടെ ഒരു കൂട്ടവുമായിരുന്നു. ഈ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. മറ്റൊന്ന്, ആദ്യമായി പുറംലോകം കാണുന്ന അധികാരം, പുറംലോകത്തിൻ്റെ അധികാരം ആദ്യമായി കാണാനുള്ള അവസരമാണ് ഖുറേഷി ഗോത്രക്കാർക്ക് ലഭിക്കുന്നത്. ഖുറേഷി ഗോത്രക്കാരെ കാര്യമായി മോഹിപ്പിക്കുന്ന അധികാരത്തിൻ്റെ, ലൈംഗിക അടിമകളുടെ, സമ്പത്തിൻ്റെ വലിയ ഒരു ലോകം തന്നെ അവിടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ലൈംഗിക അടിമകളുടെയും മോഹിപ്പിക്കുന്ന ലോകം അവരെ വല്ലാതെ ആകർഷിക്കുകയും ത്രസിപ്പിക്കുകയും യുദ്ധത്തിനുള്ള ആവേശം അവരിൽ ഉണർത്തുകയും ചെയ്തിരുന്നു. അവരോട് ചേർന്നുകൊണ്ട് ആഫ്രിക്കൻ പ്രദേശത്തു നിന്നുള്ള വംശജരും ഇതേ ആവേശത്തോടു കൂടി ഖുറേഷി ഗോത്രക്കാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം തന്നെ മൊബാബിയ രാജവംശത്തിനും അബ്ബാസിഡുകൾക്കും ശക്തി പ്രാപിക്കാൻ സാധിക്കുന്നതും വലിയ സാമ്രാജ്യത്വങ്ങളായി വളരാൻ സാധിക്കുന്നതും. മറുഭാഗത്തിൻ്റെ വിഭാഗീയതയും ഈ പറയുന്ന മറ്റു ചില കാരണങ്ങളുമാണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യൂറോപ്പിൽ ദൈവശാസ്ത്രപരമായ കാര്യമായ വിഭാഗീയതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വത്തിക്കാനും റോമും യൂറോപ്പുമെല്ലാം തങ്ങളുടെ കാൽക്കീഴിലാക്കുമെന്നുള്ളതായ അഭയാർത്ഥികളായി കടന്നു ചെന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ വിജയം കാണുകയില്ല എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യകാല പാശ്ചാത്യ യൂറോപ്പിനെ ആക്രമിച്ചവരുടെ പിന്നിൽ ആവേശഭരിതരായ ഒരു ജനങ്ങളും കയ്യിൽ കിട്ടുന്നത് കൊണ്ടൊക്കെ യുദ്ധത്തിന് തയ്യാറാകുന്ന, കല്ലോ വടിയോ എന്ത് കിട്ടിയാലും അതുകൊണ്ട് ഇറങ്ങാൻ തയ്യാറാകുന്ന ഒരു ഗോത്രവംശജരുടെ വലിയ നിരയുണ്ടായിരുന്നു. ഇന്ന് അത്തരമൊരു ആവേശം അവിടെയില്ല. മാത്രവുമല്ല, കടന്നു ചെന്നിരിക്കുന്നവർ അഭയാർത്ഥികളായിട്ട് വിവിധ സംസ്കാരങ്ങളിൽ നിന്നും വിവിധ ഭാഷയുള്ളവർ കടന്നു ചെന്നിരിക്കുന്നത് ബംഗ്ലാദേശികൾ, അഫ്ഗാനിസ്ഥാനികൾ, പാകിസ്ഥാനികൾ, സിറിയക്കാർ, ലെബനോനിൽ നിന്നുള്ളവർ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇവരിൽ തന്നെ വൈവിധ്യമുണ്ട്. അപ്പം അന്ന് യൂറോപ്പിൽ കലഹമുണ്ടായിരുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇവരുടെ ഇടയിൽ വൈവിധ്യമുണ്ട്. മറ്റൊന്ന്, യൂറോപ്പിനെ പഴയതുപോലെ കീഴടക്കുക അസാധ്യമാകാനുള്ള മറ്റൊരു കാരണം, ഇന്ന് യൂറോപ്പിനെ സംബന്ധിച്ച് അവരെ കൂട്ടിയിണക്കുന്ന, നമ്മൾ യൂറോപ്യൻസ് എന്ന് പറയുന്ന അവരെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകം അവിടെയുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, യൂറോപ്പിനെ ഭരിക്കുന്നത് അവരെ ഇന്ന് ഭരിക്കുന്ന വിദേശികളല്ല. ഈ രണ്ട് കാരണങ്ങളാൽ ദൈവശാസ്ത്രപരമായ കാര്യമായ പ്രശ്നമില്ല, ഭരിക്കുന്നത് വിദേശികളല്ല, കൂട്ടിയോജിപ്പിക്കുന്ന ഘടകമായ യൂറോപ്യൻസ് എന്ന് പറയുന്ന വാദവും യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്ന വാദവും അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് പാശ്ചാത്യ യൂറോപ്പിനെ സംബന്ധിച്ച് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ അവകാശവാദങ്ങൾ കാര്യമായിട്ടും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. മറ്റൊന്ന്, സൗദിയും UAEയും കുവൈറ്റും ഖത്തറും ഒക്കെ ഇന്ന് സമ്പന്നതയുടെ മടിത്തട്ടിലാണ്, സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും മടിത്തട്ടിലാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവരുടെ മണ്ണിൽ അവരാരും വെച്ച് പൊറുപ്പിക്കുകയില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് ഒരാൾക്ക് പോലും സൗദിയോ UAEയോ അഭയം കൊടുക്കുകയില്ല എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റൊന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യത്തിൻ്റെ വികസനത്തിനും സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഭീഷണിയാണ് എന്ന് സൗദി അടങ്ങുന്ന പല അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ പുറകിൽ ഒരു തള്ളുകൊടുക്കുന്ന പ്രേരക ശക്തി ഇല്ല എന്നുള്ളതും
പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലോകത്തെ കീഴടക്കുക എന്നുള്ള സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, ലോകം മുഴുവൻ തന്നെ തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ രണ്ടായി തിരിക്കുവാൻ യഥാർത്ഥത്തിൽ കാരണമായിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം മൂലം ലോകം തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. എന്തിനു പറയുന്നു, റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകർ പരസ്യമായി ഞങ്ങൾ കൾച്ചറൽ ക്രിസ്ത്യൻസ് ആണ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റായി കൾച്ചർ ക്രിസ്ത്യാനിറ്റി ഒരു ആവശ്യമാണ് എന്ന്, യൂറോപ്പിൻ്റെ അനിവാര്യതയാണ് എന്ന് യുക്തിവാദികൾക്ക് പോലും പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വപ്നങ്ങൾ നടക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത്, ഇന്ന് ലോകത്ത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സാമ്പത്തികമാണ്. പുറമേ നമ്മൾ ഇസ്രായേലും ഒക്കെയായി കാണുന്നുണ്ടെങ്കിലും, വിവിധ മേഖലകളിൽ കാണുന്നുണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ശക്തികൾ തമ്മിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വ്യാപാര പാതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പാത അറബിക്കടലിലൂടെ കടന്ന് സൗദിയിൽ കയറി ട്രെയിൻ വഴി ഇസ്രായേലിൻ്റെ തുറമുഖത്തെത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നൊരു പാതയുണ്ട്. ആ പാത നടപ്പിലായാൽ അത് സ്വാഭാവികമായും ചൈനയടങ്ങുന്ന സാമ്പത്തിക ചേരിക്ക് ക്ഷീണമായി വരികയും ഇന്ത്യയും അറബി നാടുകളും കൂടുതൽ മുന്നോട്ട് കുതിക്കുവാനുള്ള, സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് തടയുക എന്നുള്ളതും ചൈനയെപ്പോലെയുള്ള രാഷ്ട്രങ്ങളുടെ താല്പര്യമാണ് എന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകരെങ്കിലും പറയുന്നുണ്ട്. മറ്റൊന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു റിലീജിയനാക്കി മാറ്റുവാനുള്ള ശക്തമായ പരിശ്രമത്തിലാണല്ലോ സൗദി അടങ്ങുന്ന ചില അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു റിലീജിയനായി, ഒരു മതമാക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഹദീസുകളെയും അവർ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളാണ് എന്ന് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ബൈബിൾ നൽകുന്ന ചിത്രം ക്രൈസ്തവരെ സംബന്ധിച്ചും യഹൂദരെ സംബന്ധിച്ചും വളരെ വ്യത്യസ്തവും ജനകവും അല്പം ഭയപ്പെടുത്തുന്നതുമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത അതും നമുക്ക് പരിശോധിച്ച് നോക്കാം. ബൈബിളിലേക്ക് നോക്കുമ്പോൾ 3 രീതിയിലാണ് വിശുദ്ധ ഗ്രന്ഥം കാര്യങ്ങൾ പറയുന്നത്. 1, ഇസ്രായേൽക്കാർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. 2, ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. 3, ഇസ്രായേൽക്കാരെയും ക്രൈസ്തവരെയും, ഇസ്രായേൽക്കാരെന്ന് അവകാശപ്പെടുകയും ക്രൈസ്തവരെന്ന് അവകാശപ്പെടുകയും ആയിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ അവരെ പീഡിപ്പിക്കുന്നവരോട് ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം സാമ്പത്തികമായി, സൈനികമായി അധികാരം കൊണ്ട് വളർന്ന് നിൽക്കുന്ന ക്രൈസ്തവരും യഹൂദരുമല്ലാത്ത ശക്തികളോട് വചനം നൽകുന്ന മുന്നറിയിപ്പ്. ഈ 3 രീതിയിലാണ് നമുക്കിതിനെ തരംതിരിക്കാൻ സാധിക്കുക. ആദ്യം യഹൂദരോട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നുവെന്നുള്ളതാണ്. ഏതാനും സമയം കുറയ്ക്കുന്നതിന് വേണ്ടി ഏതാനും തിരുവചനങ്ങൾ മാത്രമേ നമ്മളിവിടെ പരിശോധിക്കുന്നുള്ളൂ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ഇസ്രായേലിനെ ശിക്ഷിക്കും. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ദുഷ്കൃത്യത്തിനും അകൃത്യത്തിനും തക്കതായ ശിക്ഷണമുണ്ടാകുമെന്ന് ആമോസ് 2:6 ഇസ്രായേൽക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അനേക വചനങ്ങളുണ്ട്. മറ്റൊന്ന്, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പ് വീണ്ടും നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയണം, നിങ്ങൾ ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കണം. യഹൂദരോട് പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വീണ്ടും യഹൂദർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ വീണ്ടും പറയുന്നു, സിയോൻ പർവ്വതത്തെയും ജെറുസലേമിനെയും ഞാൻ ശിക്ഷിക്കും. സിയോൻ പർവ്വതത്തെയും ജെറുസലേമിനെയും ഞാൻ ശിക്ഷിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 25-ാം തിരുവചനം, നിങ്ങൾ ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായി ജീവിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുമെന്ന് ജെറമ്യ 9:25. ക്രിസ്ത്യാനികളെങ്കിലും ക്രിസ്തീയമല്ലാത്ത ജീവിതം നയിക്കുന്നവരെ എന്ന് പുതിയ നിയമഭാഷയിൽ 9:25. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായവരെ, അത് സകലരെയും ഞാൻ ശിക്ഷിക്കും. ഇതാണ് യഹൂദർക്ക് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ്. ഇനി പുതിയ നിയമ ജനതയാകുന്ന പുത്തൻ ഇസ്രായേലാകുന്ന
ക്രൈസ്തവരോട് നൽകുന്ന മുന്നറിയിപ്പും ഒട്ടും കുറഞ്ഞ രീതിയിലല്ല എന്നുള്ളതാണ്. സത്യത്തെക്കുറിച്ച് അറിയുവാനുള്ളതെല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇനി അർപ്പിക്കപ്പെടാൻ മറ്റൊരു ബലിയുമില്ല എന്ന് ഹെബ്രായ ലേഖകനും പത്രോസ് അപ്പസ്തോലനും അതികഠിനമായ രൂക്ഷമായ ഭാഷയിലാണ് ക്രൈസ്തവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നായ് ഛർദ്ദിച്ചത് ഭക്ഷിക്കുകയും പന്നി വീണ്ടും ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സത്യം അറിയാതിരിക്കുകയായിരുന്നു നല്ലത് എന്ന പത്രോസ് അപ്പസ്തോലൻ്റെ മുന്നറിയിപ്പ്. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലനും സമാനമായ മുന്നറിയിപ്പ് നൽകുകയാണ്. വീണ്ടും റോമാലേഖനം 1-ാം അധ്യായത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം 21-ാം തിരുവചനം: സ്വാഭാവിക ശാഖകളായ യഹൂദരോട്, ഇസ്രായേലിനോട്, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയോട് ഞാൻ കരുണ കാണിച്ചില്ല എങ്കിൽ നിങ്ങളോടും കരുണ കാണിക്കുകയില്ല എന്ന് 11-ാം അധ്യായത്തിലൂടെ പൗലോസ് അപ്പസ്തോലനിലൂടെയും തിരുവചനം മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഇതാണ് യഹൂദ ലോകത്തോടും ക്രൈസ്തവ ലോകത്തോടും തിരുവചനം പറയുന്നത്. ജെറമിയ 2:19: നിങ്ങളുടെ ദുഷ്കൃത്യവും നിങ്ങളുടെ അവിശ്വസ്തതയും മൂലമാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത്, ഞാൻ ശിക്ഷിക്കുന്നതല്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ മതിയാകുള്ളൂവെന്ന് പ്രവാചകരിലൂടെ ദൈവം പറയുകയാണ്. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളും നിങ്ങളുടെ അവിശ്വസ്തതയും മൂലം നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാണെന്ന് പറയുകയാണ്. അത് ക്രൈസ്തവർക്കും യഹൂദർക്കും ഒന്നുപോലെയാണ്. ഇനി ക്രൈസ്തവ ലോകത്തോടും യഹൂദരോടും അകാരണമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് തിരുവചനം പറയുന്നുണ്ട്. അതായത് ക്രൈസ്തവരെയും യഹൂദരെയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലവും അവിശ്വസ്തത മൂലവും ശാസിച്ചതിന് ശേഷം കർത്താവ് വചനത്തിലൂടെ യഹൂദരും ക്രൈസ്തവരും അല്ലാത്തവരോട് പറയുന്നത് ഇപ്രകാരമാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം: ഗാസ ആവർത്തിച്ച് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ശിക്ഷിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ മറ്റൊരു വ്യത്യസ്തമായ ചിത്രം വരച്ച് കാണിക്കുകയാണ് കർത്താവ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അസീറിയയോട് പറയുകയാണ്, നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാകുന്ന ഇസ്രായേൽക്കാരെ ശിക്ഷിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ബാബിലോൺ രാജാവിനെ വെച്ചുകൊണ്ട് ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാകുന്ന ഇസ്രായേൽക്കാർക്ക് ശിക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യെശയ്യാ പ്രവാചകനിലും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഇനി റോമാലേഖനം 9-ാം അധ്യായത്തിലൂടെ ഫറോവയോടും ദൈവം പറയുകയാണ്, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാനാണ് നിങ്ങളെ വളർത്തിയത്, നിങ്ങൾ അഹങ്കരിക്കരുത്. അസീറിയ രാജാവിനോട് പറയുകയാണ്, ജെറുസലേമിനെ കീഴടക്കി അതിൻ്റെ പേരിൽ നീ അഹങ്കരിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോടാലി വെട്ടുകാരനോട് വമ്പ് പറയുന്നത് പോലെയും അറക്കവാൾ അറവുകാരനോട് വമ്പ് പറയുന്നത് പോലെയുമാണ് നിൻ്റെ വമ്പ് പറച്ചിൽ. എൻ്റെ കോപം ശമിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽക്കാരോട്, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയോട്, കൃപാപാത്രങ്ങളിൽ എൻ്റെ പ്രവൃത്തി പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നിനക്കെതിരെ തിരിയുകയും നീ അഹങ്കരിച്ചാൽ, ഇതാ ഞാൻ വളർന്നിരിക്കുന്നു, എനിക്ക് കുറേ പ്രദേശങ്ങൾ എൻ്റെ കാൽക്കീഴിലുണ്ട്, ഞാൻ രാജാവായിരിക്കുന്നു, എൻ്റെ മുകളിൽ ആരുമില്ല, ഞാൻ സമ്പന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ അഹങ്കരിച്ചാൽ ഫറോവയോടും അസീറിയൻ രാജാവിനോടും ബാബിലോൺ രാജാവിനോടും തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ പേര് തന്നെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു നീക്കും. ദശാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും നീണ്ടുനിന്ന ചരിത്ര വിദ്യാർത്ഥികളെ എല്ലാ കാലവും പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ട അത്രമാത്രം പേരും പ്രശസ്തിയും പ്രൗഢിയുമെല്ലാം ഉണ്ടായിരുന്ന അസീറിയൻ, ബാബിലോണിയൻ, ഈജിപ്ത്യൻ, മെസോപ്പൊട്ടോമിയൻ സാമ്രാജ്യങ്ങൾ ഇന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി തിരുവചനം പറയുന്നത് അഹങ്കാരമാണ്. എൻ്റെ ജനതയെ പീഡിപ്പിച്ച് ഭരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചാൽ നിങ്ങളുടെ പേര് തുടച്ചു നീക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായത്തിലും നമുക്കിത് കാണാൻ സാധിക്കുകയാണ്. അവസാനമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തവും പ്രത്യാശാജനകവുമായൊരു കാര്യമാണ് തിരുവചനം പറയുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 2-ാം അധ്യായവും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായവും 8-ാം അധ്യായത്തിലും വളരെ വ്യക്തമായും ആത്യന്തികമായ വിജയം കർത്താവിൻ്റേതായിരിക്കുമെന്നും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ കർത്താവ് നേരിട്ട് കാര്യങ്ങൾ നടത്തുമെന്നും വളരെ വ്യക്തമായി പറയുകയാണ്.
തിന്മ ഇവിടെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അരാജകത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ നിറഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ കാര്യം വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവസാന നാളുകളിൽ തിന്മ ഉഗ്രപ്രതാപത്തോടെ ലോകത്തെ ഭരിക്കുന്നതും വ്യാജ അടയാളങ്ങളോടെ വിശ്വാസികളെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും പോലും വഴിതെറ്റിക്കുന്നതുമൊക്കെ തിരുവചനം വരച്ചു കാണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗോഗ് മഗോഗ് യുദ്ധത്തെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വെളിപാട് പുസ്തകത്തിലൂടെ. അങ്ങനെ അരാജകത്വത്തിൻ്റെ ശക്തിയുടെ ശക്തമായ ഭരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായവും 8-ാം അധ്യായത്തിലും പറയുകയാണ്, അവനെ തകർക്കുക ദൈവകരമായിരിക്കും. മനുഷ്യൻ്റെ പ്രവൃത്തികളോ കുതിരയുടെ ശക്തിയോ സൈനിക ശേഷിയോ സമ്പത്തോ ആയിരിക്കുകയില്ല. ഇത്തരം രാജാക്കന്മാരെ തകർത്ത് കളയുക, മറിച്ച് ദൈവകരമായിരിക്കുമെന്ന് ദാനിയേൽ 2-ാം അധ്യായം, ദാനിയേൽ 8-ാം അധ്യായം, 2 തെസ്സലോനി 2-ാം അധ്യായത്തിലൂടെ ശക്തവും വ്യക്തവുമായ സുസ്ഥിരവും സമാധാനവുമായ ഒരു ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ചും ദൈവരാജ്യ ഭരണത്തെക്കുറിച്ചും വളരെ വ്യക്തമായും തിരുവചനം മുന്നറിയിപ്പ് നൽകുകയും ഉറപ്പ് നൽകുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കല്ലിനെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ്, പത്രോസ് അപ്പോസ്തലന്മാരും മത്തായി സുവിശേഷകളിലൂടെ കർത്താവും തന്നെ ജെറൂസലേമിൽ സിയോനിൽ ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. ആ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അത് അവരെ ധൂളിയാക്കും, ആരതിൽ തട്ടുന്നുവോ അവർ വീഴുമെന്നും പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തെ ഭരിക്കാനിരിക്കുന്ന യഥാർത്ഥമായ കല്ല്, പുതിയ ലോകത്തിന് അടിത്തറയിടുന്ന, പുതിയ ആകാശവും പുതിയ ഭൂമിക്കും അടിത്തറയിടുകയും ഭരിക്കുകയും ചെയ്യുന്ന ആ പുതിയ രാജാവ് ക്രിസ്തുവായിരിക്കുമെന്നും ക്രിസ്തുവിൻ്റെ രാജ്യം ആത്യന്തികമായി നിലനിൽക്കുമെന്നും ഈ തിരുവചന ഭാഗങ്ങളിലൂടെ പറയുകയും തിന്മയുടെയും അരാജകത്വത്തിൻ്റെയും സൈനിക സാമ്പത്തിക ശക്തികളുടെയും ഈ ലോകത്തിൻ്റെ ദേവൻ്റെയും എല്ലാം ഭരണം നൈമിഷികമായിരിക്കുമെന്നും ആത്യന്തികമായ വിജയം നന്മയ്ക്കായിരിക്കുമെന്നും തിരുവചനം പറയുകയാണ്. ഇവിടെയാണ് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹൂദർ ഒരടയാളവും ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും ഒരു അനിവാര്യതയുമാണ് എന്ന് ചരിത്രത്തിൻ്റെയും നിലവിലുള്ള സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.